ഞാൻ ബീന എ.വി. കരുമുമ്പിൽ GMUP സ്കൂളിൽ HM ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോഴ്സായിരുന്നു. ടീച്ചേഴ്സിനായാലും അതേപോലെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വലിയൊരു സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റെന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും കുട്ടികൾ അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തുമായിരുന്നു. അറ്റൻഡൻസ് ഒന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ തന്നെ കുട്ടികൾ ഈ കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ അവരുടെ സാറ് കുട്ടികൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് നൽകിയത്. അതുപോലെ ഈ D-Lead ആണെങ്കിലും ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് കുട്ടികൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിൽ നല്ലൊരു കോഴ്സ് ഇവിടെ നടത്താൻ സാധിച്ചത്. ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പിന്തുണ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഡേ പോയപ്പോൾ കണ്ടത് കുട്ടികൾ എന്തോ പുതുതായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പോലത്തെ ഒരു മുഖം ഉണ്ടാവില്ല. ഒരു കാര്യം അറിയാൻ വേണ്ടി ആകാംക്ഷ, അറിയണമെന്ന് താല്പര്യം തോന്നിയ കാര്യങ്ങൾ പഠിക്കാൻ പോവാണെന്നുള്ള ആ ഒരു ആകാംക്ഷ ഒരു മുഖത്തിൻ്റെ. HM-ഉം കോർഡിനേറ്ററും എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവ് പോലും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. നാളെ ക്ലാസ് വേണമെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് പറയേണ്ടത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു തരുന്നുണ്ട്. സാറ് നല്ല വിശദീകരിച്ച് നമുക്ക് മനസ്സിലാവാത്ത ഓരോന്നും നമ്മുടെ അടുത്ത് വന്ന് ഓരോന്ന് വിശദീകരിച്ച് തന്ന് നമുക്ക് മനസ്സിലാവാത്ത എല്ലോ സാറും പറഞ്ഞുതരും. പുരക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓളൊക്കെ നീ ഇങ്ങനെ ചെയ്തോ, എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ പഠിച്ച് എല്ലാം ഓരോന്നായി ചോദിക്കും. പുരക്കാരും സാറും ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പഠനത്തോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സ്കില്ലുകളും കൂടി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുക എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റർ ആവാൻ പറ്റുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഓരോ ഡേ കഴിയുന്നതിനനുസരിച്ച്, ഓരോ ക്ലാസ്സുകൾ കഴിയുന്നതിനനുസരിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ട്. അവർ കൂടുതൽ എക്സൈറ്റഡ് ആകുന്നുണ്ട്. അവർ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, റോബോട്ടിക്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. അത് നമുക്ക് സ്കൂളിൽ ശാസ്ത്രമേളയ്ക്കാണെങ്കിലും അത് ഒരുപാട് ഉപകരിച്ചിട്ടുമുണ്ട്. കുട്ടികളെ വളർച്ച എന്ന് പറയുന്നത് അവർ കൈകാര്യം ചെയ്യുന്ന അവരുടെ സ്കിൽസ് ആണെങ്കിലും അവർ ഇൻട്രസ്റ്റ് ആണെങ്കിലും കൂടി വന്നിട്ടേ ഉള്ളൂ. ഓരോ ഡേ കഴിയുന്നതിനനുസരിച്ച്, ഓരോ റോബോട്ടിക് ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് കുട്ടികളെ ക്ലാസ്സിന് വേണ്ടിയിട്ട് മറ്റ് സ്പെഷ്യൽ ക്ലാസ്സുകളെ പോലെ കുട്ടികളെ വിളിച്ച് വരണം എന്നൊന്നും പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കുട്ടികൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് ക്ലാസ്സുകളിലേക്ക് വരുന്നതും അവർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതും. അവരുടെ റെസ്പോൺസൊക്കെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റോബോട്ടിക്സായിട്ട് ബന്ധപ്പെട്ടിട്ടും അവർക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.